ഹായ് ഫ്രണ്ട്സ്, കുക്കിംഗ് വിത്ത് മീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് നല്ല അടിപൊളി പുഴമീൻ കറിയുമായിട്ടാണ്. നല്ല സൂപ്പർ മീനാണ് കേട്ടോ. നല്ല അടിപൊളി, നല്ല വലിപ്പമുള്ള നല്ല മീനാണ്. പുഴയിൽ നിന്നും കിട്ടിയ മീനാണ്. നമുക്ക് എങ്ങനെയാണത് നേരാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ചാരം അഥവാ വെണ്ണീർ ഉപയോഗിച്ച് നമുക്കതിനെ ഉരച്ചെടുക്കാവുന്നതാണ്. കണ്ടിട്ട് നന്നായിട്ട് അത് ഈ ചാരം അതിൻ്റെ മീതെ തിരുമ്പിയതിന് ശേഷം നല്ല കല്ലിലിട്ടിട്ട് നന്നായിട്ട് ഉരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു 1.5 കിലോ മീനോളം നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. നല്ല വലിപ്പമുള്ള മീനാണ്, നല്ല അടിപൊളി മീനാണ്. നന്നായി കല്ലിലിട്ട് ഉരയ്ക്കുക. ചാരം ഉപയോഗിച്ച് നന്നായി ഉരച്ചതിന് ശേഷം നമ്മൾ കത്തി ഉപയോഗിച്ച് ആ ചിളക്കെല്ലാം ചുരണ്ടി കളയുകയാണ് ചെയ്യുന്നത്. ആദ്യം കല്ലിലിട്ട് ഉരച്ചതിന് ശേഷം നന്നായിട്ട് കത്തി ഉപയോഗിച്ച് എല്ലായിടത്തും ചിളക്ക് നന്നായിട്ട് ഇങ്ങനെ ചുരണ്ടി കളയുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നന്നായിട്ട് ഉരച്ചെടുക്കാം. ഇങ്ങനെ വരയ്ക്കുന്ന സമയത്ത് അതിൻ്റെ വഴുവഴുപ്പും അതിൻ്റെ അഴുക്കുകൾ മൊത്തം പോകുന്നതാണ്. കണ്ടില്ല, നന്നായിട്ട് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. അതുപോലെ വൃത്തിയാക്കി എടുക്കാം. അങ്ങനെ നമ്മളിപ്പോൾ എടുത്തുള്ള ഒരു 1.5 കിലോ മീനോളം ഇതുപോലെ ചാരം പുരട്ടിയതിന് ശേഷം എല്ലാം ഉരച്ചെടുത്തതാണ്. ഇനി നമുക്കിതെല്ലാം ഒന്ന് നേരാക്കിയെടുക്കാം. ഇതുപോലെ നന്നായി വൃത്തിയായി അതിന് ശേഷം കുറച്ച് കല്ലുപ്പിട്ടതിന് ശേഷം നമുക്കൊന്ന് ഉരച്ചെടുത്ത് കഴിഞ്ഞാൽ നന്നായിട്ട് വൃത്തിയാവും. അതിൻ്റെ അഴുക്കെല്ലാം പോകുന്നതായിരിക്കും. ഇപ്പോൾ നമ്മുടെ ഏകദേശം മീനെല്ലാം നേരാക്കി അതിന് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിന് വെക്കുന്നതിന് വേണ്ടിയുള്ള ചേരുവകൾ എന്തെല്ലാം നോക്കാം. പച്ചമുളക്, 2 തക്കാളി, കുറച്ച് ചെറിയുള്ളി, വാളംപുളി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടിയാണ് ഉപയോഗിക്കാവൂ. പിന്നെ ഒരു തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങ വറുത്തരച്ചാണ് ഇവിടെ വയ്ക്കുന്നത്. ഒരു 4 അല്ലി വെളുത്തുള്ളിയും കൂടെ ഇതിൽ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വറുത്തരച്ച് വെക്കുന്നത് കൊണ്ട് നമുക്കിത് ഒന്ന് വറുത്തെടുക്കാം. ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് ചൂടായിട്ടുണ്ട്. എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇനി എണ്ണയിലേക്ക് നമുക്ക് കുറച്ച്, അതായത് ഉലുവ, മീൻ വയ്ക്കുന്നതിന് കടുകിന് പകരം ഞാൻ ഉപയോഗിക്കുന്നത് ഉലുവയാണ്. ഉലുവ ഒന്ന് ചൂടായി വന്നു. ഇനി ബാക്കി നമുക്ക് ചെറിയുള്ളി, അതുപോലെ തന്നെ പച്ചമുളക്, ഇഞ്ചി, ഒരു 4 അല്ലി വെളുത്തുള്ളിയും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാവുന്നതാണ്. ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്, അത് ചെറുതായി അരിഞ്ഞ് അതും കൂടെ ഇതിലേക്ക് ഇട്ട്, ചെറിയ തക്കാളി 2 എണ്ണം, തക്കാളി അധികം ഉപയോഗിച്ചില്ല, 2 തക്കാളി മാത്രമേ എടുത്തിട്ടുള്ളൂ, അതും കൂടി ഇതിലിട്ട് നമ്മളൊന്ന് വഴറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില അതും കൂടെ ഇതിലിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം തക്കാളി ഇട്ട് കൊടുക്കാം. അങ്ങനെ നന്നായിട്ട് മൊരിഞ്ഞ് വരുമൊന്നും വേണ്ട, നമുക്ക് ഏകദേശം ഒന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാവുന്നതാണ്. ഒന്ന് വാട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ വാട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങ മാത്രം ഒന്ന് വറുത്തെടുക്കാം. അതിനുവേണ്ടി കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. തേങ്ങ ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ തേങ്ങയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതും കൂടി ഒന്ന് വഴറ്റിയെടുക്കാവുന്നതാണ്. തേങ്ങ ഒന്ന് നന്നായിട്ട് ഒന്ന് ചൂടാക്കി എടുക്കാം. അതിനുവേണ്ടി എണ്ണ ഒഴിച്ച് കൊടുത്തു, തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി ഒന്ന് വാട്ടിയെടുക്കാം. ഇനി നമുക്ക് ഈ തേങ്ങയിലത്തെ കൂടെ തന്നെ നമുക്ക് ഇതിൻ്റെ മുളക് പൊടി, അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി എല്ലാം കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരു 1.5 കിലോ മീനുള്ള അവസ്ഥയ്ക്ക് നമുക്കൊരു 5 സ്പൂൺ മുളക് പൊടിയും 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 സ്പൂൺ മാത്രമേ മല്ലിപ്പൊടി ചേർത്തിട്ടുള്ളൂ.
ഇനി നമുക്കിതിന് പുളി നന്നായിട്ട് വെള്ളത്തിലിട്ട് നേരത്തെ ഇട്ട് വെച്ചതാണ്. ആ പുളിയും കൂടെ നമുക്കിതിൽ പിഴിഞ്ഞെടുക്കാം. ഇനി അരച്ചുകൊണ്ട് വന്നത് തേങ്ങ വറുത്തരച്ചത്, മുളകും എല്ലാം കൂടി വറുത്തരച്ചതാണ്. അതും കൂടെ നമുക്ക് ഈ പുളി വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. എല്ലാം നന്നായി വറുത്തരച്ച് കൊണ്ടുവന്നതാണ്. അതിലേക്ക് നമ്മൾ പുളിവെള്ളം കൂടി ചേർത്ത് ഇനി പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് ബാക്കിയെല്ലാം നമ്മൾ ചേർത്ത് കൊടുത്താണ്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി എല്ലാം ചേർത്ത് കൊടുത്തതാണ്. ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തു. നമുക്ക് എത്രയാണോ ഗ്രേവി വേണ്ടത് അതനുസരിച്ച് വെള്ളം ചേർത്താൽ മതി. പാകത്തിന് 2 സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് അടച്ച് വയ്ക്കാം. ഇതൊന്ന് തിളച്ച് വരുന്നവരെ ഒന്ന് അടച്ച് വയ്ക്കാം. ഇപ്പോൾ അടച്ച് വെച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല അടിപൊളിയായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം. കഴുകി വൃത്തിയാക്കി വെച്ച മീൻ കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ മീൻ കഷ്ണങ്ങളെല്ലാം ഇതിലേക്ക് വാരിയിടുകയാണ് ചെയ്യുന്നത്. നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്കൊന്ന് അടച്ച് വയ്ക്കാം. മീനൊന്ന് തിളച്ച് വേകുന്നതിന് വേണ്ടി ഒന്ന് ചെറുതായിട്ട് അടച്ച് വയ്ക്കാം. കണ്ടോ, നമ്മുടെ മീനെല്ലാം ഇപ്പോൾ ഒന്ന് തിളച്ച് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നോക്കൂ, നല്ല അടിപൊളിയായിട്ടില്ലേ? നോക്കൂ, സൂപ്പറായിട്ട് കണ്ടില്ലേ? മീനെല്ലാം നമ്മുടെ വെന്തു പാകത്തിന് നമുക്കുള്ള ചാറെല്ലാം ആയിട്ടുണ്ട്. നന്നായി സൂപ്പറായിട്ട് നോക്കൂ. ഈ പുഴമീനാകുമ്പോൾ നമുക്ക് പേടിക്കാനൊന്നുമില്ല. നല്ല ഇതിൽ അമോണിയൊന്നും ചേർക്കാത്തത് കൊണ്ട് ധൈര്യമായിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.